പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സർവാധിപത്യവും അങ്ങയുടെ പരമാധികാരവും സംസ്ഥാപിതമാക്കിക്കൊണ്ട് ലോകത്തെ അവിടുന്ന് ഭരിക്കുമ്പോഴാണല്ലോ യഥാർത്ഥമായ സമാധാനം, സന്തോഷം അനുഭവിക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് സാധിക്കുക. കർത്താവെ, അങ്ങയുടെ പരമാധികാരത്തിലേക്കും സർവാധിപത്യത്തിലേക്കും സർവശക്തിയിലേക്കും എല്ലാ മക്കളെയും ലോകരാജ്യങ്ങളെയും നാനാജാതി മതസ്ഥരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയിലേക്ക് തിരിഞ്ഞ് അങ്ങയുടെ കരുണ സ്വന്തമാക്കി യഥാർത്ഥമായ സമാധാനം കൈവരിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവെ, ആ സമാധാനം സ്വന്തമാക്കാൻ ലോകത്തെ അവിടുന്ന് സജ്ജമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലത്തിന്റെ ഉന്നതമായ ചൈതന്യത്തില് രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ ദിവ്യരഹസ്യങ്ങളിലേക്ക് ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഭീതിയിലായിരിക്കുന്ന, യുദ്ധത്തിന്റെ വലിയ വേദനയിലായിരിക്കുന്ന, ഭയത്തിലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവെ, പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഭയം മാറ്റി, മടി മാറ്റി, തടസ്സം മാറ്റി, ചില അടിമത്തങ്ങള് പഠിക്കാൻ പറ്റാത്ത വിധം മൊബൈൽ അടിമപ്പെട്ടു പോയ അടിമത്തങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ എഴുതി ഉന്നത വിജയം നേടാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. എല്ലാത്തിനും വേണ്ടി സ്വർഗത്തിന്റെ സഹായം ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ലോകം മുഴുവനും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അമ്മ പ്രത്യേക മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. യോസേപ്പ് പിതാവേ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യുദ്ധത്തിന്റെ ഈ ഭയാനകമായ അവസ്ഥയില് ലോകസമാധാനം തന്നെ അകപ്പാടെ വിറച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവമക്കളായി നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം, കർത്താവിന്റെ വലിയ കരുണയ്ക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ രക്ഷയും അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളും ആ മഹത്വത്തിന്റെ സമ്പന്നതയും ലോകം മുഴുവനും സ്വന്തമാക്കി എടുക്കണം. നമുക്കറിയാം, നമ്മൾ നോമ്പുകാലത്തിലാണ്. കർത്താവിന്റെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ആ പീഡാസഹനങ്ങളോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കുരിശു മരണത്തെ സ്വന്തമാക്കിയെടുത്ത് അവിടുന്ന് കുരിശിലൂടെ പൂർത്തീകരിക്കുന്ന ആ വലിയ കരുണയും നമുക്ക് നൽകുന്ന മഹത്വത്തിന്റെ സമ്പന്നതയും സ്വന്തമാക്കിയെടുക്കുവാൻ അതിശക്തമായി പരിശ്രമിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ ലോകത്തിന്റെ അവസ്ഥയിലുള്ള അസമാധാനത്തിന്റെ യുദ്ധത്തിന്റെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മള് കരുണയുടെ ജപമാലകൾ ഉയർത്തി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് വലിയ ദാഹത്തോടെ, വലിയ വേദനയോടെ, നൊമ്പരത്തോടെ നമ്മുടെ ഭയപ്പാടും സങ്കടങ്ങളും എല്ലാം സമർപ്പിച്ച് വലിയ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. സമാധാനം ഒരിക്കലും യുദ്ധത്തിലൂടെ ഉണ്ടാകുന്നില്ല എന്ന സത്യം ഇന്ന് ലോകം അറിയണം. താൽക്കാലികമായിട്ട് ഒരു ശത്രുവിനെ തോൽപ്പിച്ചാലും മരണം കൊണ്ട് മരണത്തെ ജയിക്കണമെങ്കിൽ മരണമില്ലാത്തവൻ മരിക്കണം. പാപത്തിന്റെ അവസ്ഥയിലൂടെ പിശാചിന് ശക്തി കിട്ടുമ്പോ ഓരോ യുദ്ധങ്ങളും, ഓരോ മരണങ്ങളും, ഓരോ ആക്രമണങ്ങളും പിശാചിന്റെ പ്രവൃത്തികൾക്ക് ആക്കം കൂട്ടുന്ന, ശക്തി കൂട്ടുന്ന, അവന് ബലം കൊടുക്കുന്ന പൈശാചിക പ്രവൃത്തിയാണെന്ന് ഇന്ന് ലോകരാഷ്ട്രീയ നേതാക്കന്മാര് മനസ്സിലാക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. മനുഷ്യവർഗം എന്റെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. കർത്താവിന്റെ കരുണ എന്താണ് മക്കളെ? പാപത്തെ ഏറ്റെടുത്ത കരുണ, ശാപങ്ങളെ നീക്കിയ കരുണ, മരണത്തെ പരാജയപ്പെടുത്തി പരിശുദ്ധനായ ദൈവം മരിച്ച ആ വലിയ കരുണ, തന്റെ രക്തത്താലും ദിവ്യജലത്താലും പൊതിഞ്ഞു പിടിക്കുന്ന കരുണ, നിലയില്ലാത്ത ഈ വലിയ കരുണ കടലിലേക്ക് ലോകം മുഴുവനെയും ആഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഫൗസ്റ്റ്യനായോട് പറഞ്ഞുകൊണ്ട് ഈശോ പറയാ, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ നോമ്പുകാലം ഈ കരുണയെ കുറിച്ച് ധ്യാനിക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, യഹൂദൻ രക്ഷപ്പെടണമെങ്കിൽ കർത്താവിന്റെ കുരിശുമരണത്തെ അംഗീകരിച്ച് കർത്താവിനെ സ്വന്തമാക്കി സ്വീകരിച്ച് ആ കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ സ്വന്തമാക്കി എടുത്താല് യഹൂദൻ രക്ഷപ്പെടും. യഹൂദ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിമുകളും അക്രൈസ്തവരായ സകല മക്കൾ രക്ഷപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപം നീക്കപ്പെടണം. പിശാചിന്റെ അധികാരം അവസാനിപ്പിക്കപ്പെടണമെങ്കിൽ പാപം നീക്കപ്പെടണം. കാരണം പാപത്തിലൂടെയാണ് പിശാചിന് അധികാരം കിട്ടിയത്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, ഈ കരുണയിലേക്ക് തിരിഞ്ഞ് പാപത്തെ, ശാപത്തെ, മരണത്തെ, സാത്താന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ച കർത്താവിന്റെ കുരിശു മരണത്തിന്റെ അതിസ്വാഭാവികമായ ശക്തിയും രക്ഷാകരമായ ശക്തിയും സ്വന്തമാക്കേണ്ടതിന് പകരം പിശാചിന് ശക്തി വർദ്ധിപ്പിക്കുന്ന യുദ്ധങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളും ചതിയും വഞ്ചനവും ഭീകര പ്രവർത്തനങ്ങളും ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി സംഭരിച്ച് അത് ഇന്നൊക്കെ ഇതുമാത്രം കോടികളാണ് ചെലവഴിക്കുന്നത്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? സർവാധിപനും സർവശക്തനുമായ ദൈവം തന്റെ മക്കള് സമാധാനത്തിൽ ജീവിക്കാൻ, സുഭിക്ഷമായി ഭക്ഷിക്കാൻ, എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ, സ്വർഗതുല്യമായ ദൈവത്തിന്റെ കൃപയിലും അഭിഷേകത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ എല്ലാം തന്നിട്ട് നശിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി, ആയുധങ്ങൾക്ക് വേണ്ടി, യുദ്ധങ്ങൾക്ക് വേണ്ടി ഇതുപോലെ കോടികൾ ചെലവഴിക്കുമ്പോ ഇതിലെന്ത് ന്യായമുണ്ട്? എന്ത് നീതിയുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജ്ഞാനമുള്ള ദൈവചിന്തയുള്ള മക്കളെ എപ്പോഴും ചിന്തിക്കണം, മനസ്സിലാക്കണം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ടല്ലോ മക്കളെ, ഈ അറിവ് ലഭിച്ചവരാണ് നമ്മൾ. കത്തോലിക്ക സഭയ്ക്ക് ഈ കരുണയെ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് കുരിശിലെ ബലി, ആ മഹത്വത്തിന്റെ സമ്പന്നത. ഇത് നമ്മൾ സ്വന്തമാക്കിയിട്ട് ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ പഠിപ്പിച്ച കരുണയുടെ ജപമാല, ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൽ സമാധാനം ഉണ്ടാകണോ, രക്ഷപ്പെടണോ, യഹൂദനെയും മുസ്ലിമിനെയും അക്രൈസ്തവരായ സകല മക്കളെയും ഈ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണയ്ക്കല്ലാതെ ലോകത്തെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ സാധ്യമല്ല. എത്രയോ യുദ്ധങ്ങൾ നടന്നു, എത്രയോ പേരെ കൊന്നൊടുക്കി, എത്രയോ രാജ്യങ്ങളെ തകർത്തു, എത്രയോ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കി, ഭീകര പ്രസ്ഥാനങ്ങളെ നശിപ്പിച്ചില്ലേ, സമൂഹങ്ങളെ തകർത്തില്ലേ, നേതാക്കന്മാരെ കൊന്നില്ലേ? സമാധാനം ഉണ്ടായോ? സന്തോഷം ഉണ്ടായോ? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഈ പിശാചിന് ശക്തി കൂടി, ഈ ഭീകരവാദികളും തീവ്രവാദികളും ഇതുപോലുള്ള പൈശാചിക സമൂഹങ്ങളും കൂടിക്കൂടി വരുന്നു എന്നല്ലാതെ ഒരു മാറ്റം ഉണ്ടായില്ല. ഈശോ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കും മക്കളെ. ഈ കരുണ അതിലേക്ക് എളിമയോടുകൂടി, മനസ്താപത്തോടെ, പശ്ചാത്താപത്തോടെ എല്ലാവരും ഒരുമിച്ച് കൂടി വരണം, അല്ലാതെ രക്ഷപ്പെടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട വലിയൊരു ദൗത്യമാണ്, നമ്മൾ ചെയ്യേണ്ട വലിയൊരു പ്രവൃത്തിയാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദിവ്യകാരണ സന്നദ്ധിയില് കർത്താവിന്റെ സന്നദ്ധി കരങ്ങൾ ഉയർത്തി ദൈവ കരുണയ്ക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിത്യാരാധനയുടെ സ്ഥലങ്ങളിലേക്ക് ഓടി അണയുക, വിശുദ്ധ കുർബാനയ്ക്ക് ഓടി അണയുക, ദേവാലയങ്ങൾ തുറന്നിട്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിരിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, അത് ഗൗരവത്തോടെ എടുക്കണം. നമ്മുടെ ദേവാലയങ്ങളൊക്കെ കാലിയായി കിടക്കുകയല്ലേ പകൽ സമയം മുഴുവനും?
ആ സമയത്തൊക്കെ സാധിക്കുന്നവർ ആരെയും നോക്കണ്ട, നിങ്ങൾ ഒരുമിച്ച് ചെല്ലുക, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്നലെ മുതൽ പ്രത്യേകിച്ചും 3 മണി സമയത്ത് നമ്മുടെ നിത്യ ആരാധന ചാപ്പലില് ലോകസമാധാനത്തിന് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആരംഭിച്ചിരിക്കുകയാണ്. നിയോഗം വെച്ചുകൊണ്ട് നിയോഗത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ നമ്മള് ഈ കരുണയുടെ സന്ദേശത്തോടു കൂടി ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ശക്തമായ സാന്നിധ്യവും സംരക്ഷണവും ലോകം മുഴുവൻ നിറയപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു നിയോഗത്തോടെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടണം. ഈ പോകുന്ന വഴിയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനിലേക്ക് ഭൂമിയിലൂടെ കർത്താവിന്റെ കരുണ വിളിച്ചിറക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ഭൂമി മുഴുവനും കർത്താവിന്റെ കരുണയാൽ നിറയപ്പെടണം. തിരുരക്തം ചിന്തപ്പെടണം, തിരുജലം തളിക്കപ്പെടണം, പൈശാചിക ശക്തികൾ നിർവീര്യമാക്കപ്പെടണം. ഒപ്പം പിതാവിന്റെ കരുണ ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച പിതാവിന്റെ സ്നേഹത്തിന്റെ പാരമ്യം കരുണയിലൂടെ പൂർത്തീകരിക്കുന്ന ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയില്, കുരിശുമരണത്തിന്റെ യോഗ്യതയില്, ചിന്തിയ രക്തത്തിന്റെയും ഒഴുക്കിയ ജലത്തിന്റെയും യോഗ്യതയില്, ഏറ്റ മുറിവുകളുടെ യോഗ്യതയില്, അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയില് ലോകം മുഴുവന്റെ മേലും പ്രകടമാക്കണമേ, വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ യാത്രയും ദിവ്യകാരുണ്യ യാത്രയും പ്രാർത്ഥനകളും കരുണയുടെ ജപമാലകൾ ഉയർത്തിക്കൊണ്ട് വലിയ കൂട്ടായ്മയിൽ സാധിക്കുന്ന മക്കളൊക്കെ പങ്കെടുക്കുക. ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പകർന്നു കൊടുക്കുക. അനേക ആയിരങ്ങള് പ്രിയപ്പെട്ട മക്കളെ വേറെ ഒരു രക്ഷയില്ല, ദൈവകരുണയിലേക്ക് തിരിഞ്ഞ് ആ കരുണയ്ക്ക് വേണ്ടി ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഈ സമയത്തും ഒരു സമയത്തും രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന് ഈശോ അതിശക്തമായി പറയുന്നു. നമുക്ക് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കരുണയുടെ ജപമാലകൾ എത്രമാത്രം ചെല്ലാമോ അത്രമാത്രം ചൊല്ലി കർത്താവിന്റെ കരുണ ഹൃദയം കുത്തി തുറന്ന് അവിടുന്ന് ഒഴുക്കിയ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും അതിശക്തമായ യോഗ്യതയിൽ ആ നിലയില്ലാത്ത കരുണക്കടൽ ലോകം മുഴുവനെയും പൊതിഞ്ഞു പിടിക്കുന്നത് കണ്ട് നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ദൈവികാന സന്നദ്ധിയില് അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം മുഴുവനും നമുക്ക് നിയോഗം വെച്ച് കരുണയുടെ ജപമാല ചൊല്ലി ദിവ്യകാന സന്നദ്ധിയിലോ ദേവാലയത്തിലോ അതല്ലെങ്കിൽ ഭവനത്തിലോ യാത്രയിലോ എവിടെയും ആകട്ടെ കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരിയേറെ മക്കൾ പേടിച്ചും ഭയന്നൊക്കെ ഇരിക്കുന്ന മക്കളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ അവസ്ഥയിലും കർത്താവിന്റെ ഇടപെടല്, കർത്താവിന്റെ കരുണ നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി, ഈ ലോകം മുഴുവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങൊരുക്കിയ വലിയ രക്ഷയ്ക്ക് മാത്രമാണല്ലോ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ കഴിയൂ എന്ന് അങ്ങ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും മനുഷ്യവർഗം രക്ഷപ്പെടില്ലെന്ന് അങ്ങ് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാൻ പറ്റാതെ പോയ അങ്ങയുടെ മക്കളുടെ മാനവകുലത്തിന്റെ വലിയ അഹങ്കാരമാണ് കർത്താവ് ഇന്നത്തെ നാശത്തിന്റെയും യുദ്ധത്തിന്റെയും പൈശാചികമായ ആധിപത്യങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും ഭീകരമായ യുദ്ധങ്ങളും എല്ലാ നാശനഷ്ടത്തിന്റെയും കർത്താവെ തകർത്ത് തരിപ്പണമാക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾക്കുള്ള കാരണമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, ഒറ്റ വഴിയുള്ളൂ. അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയുടെ കരുണയിലേക്ക് തിരിയണം. കർത്താവ്, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് അങ്ങയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ, ലോകത്തിന് മേൽ ചൊരിഞ്ഞ ആ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവെ, അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ലോകം മുഴുവന്റെ മേല്, യഹൂദരുടെ മേല്,
കർത്താവെ മുസ്ലിമുകളുടെ മേല്, തീവ്രവാദികളുടെ മേല്, എല്ലാ അക്രമ വാസനയിൽ കഴിയുന്ന മക്കളുടെ മേല്, അക്രൈസ്തവരുടെ മേല്, നാനാജാതി മതസ്ഥരുടെ മേല്, ദേശങ്ങളുടെ മേല്, കർത്താവെ ഭൂമി മുഴുവന്റെ മേലും അങ്ങയുടെ വലിയ കരുണയുടെ കുത്തൊഴുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ കർത്താവെ, അങ്ങയുടെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ്. ആ മഹാകരുണ കടലിലേക്ക് ഈശോയെ ലോകം മുഴുവനെയും ഞങ്ങൾ ആഴ്ത്തുന്നു. ഇരുകരങ്ങളും കർത്താവെ എങ്കിലേക്ക് ഉയർത്തു മക്കളെ. ലോകത്തെ മുഴുവൻ കർത്താവിന്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിക്കും. ഈ ലോകം മുഴുവനെയും പൊതിഞ്ഞു പിടിക്കാനും ഈ ലോകം മുഴുവനെയും ഉൾക്കൊള്ളാൻ മാത്രം മഹാസമുദ്രമാണ് കർത്താവിന്റെ കരുണ എന്ന് ഈശോ പറഞ്ഞു. ആ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കരുണയായിരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മക്കളോട്, ലോകം മുഴുവനോട്, നാനാജാതി മതസ്ഥരോട്, രാജ്യങ്ങളോട്, ദേശങ്ങളോട്, ഈ ഭൂമി മുഴുവനോടും കർത്താവെ കരുണയായിരിക്കണമേ. ഭൂമിയെ മുഴുവൻ കർത്താവെ അങ്ങയുടെ കരുണ കടലില് ആഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിനുള്ളില് കർത്താവെ ഈ ഭൂമിയെ മുഴുവനെയും, ഭൂവാസികളെ മുഴുവനെയും, രാജ്യങ്ങളെയും ദേശങ്ങളെയും എല്ലാ മക്കളെയും അങ്ങ് പൊതിയണമേ കർത്താവെ. അതിലൂടെ പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, ദുരാത്മ ദുർഭൂതങ്ങള്, യുദ്ധത്തിന്റെ പൈശാചിക പ്രവൃത്തികള്, കൊലപാതകത്തിന്റെ, തീവ്രവാദത്തിന്റെ ശക്തികള് നിർവീര്യമാക്കപ്പെടട്ടെ. അങ്ങയുടെ കരുണയിൽ സമാധാനം നിറയും, അങ്ങയുടെ കരുണയിൽ സ്നേഹം നിറയും, അങ്ങയുടെ കരുണയില് ശാന്തി നിറയും, അങ്ങയുടെ കരുണയില് എല്ലാ സുഖങ്ങളും സമാധാനവും നിറയും. ഈശോ ഞങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നിൽ ശരണപ്പെടുക. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവ്, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്ക് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാനാകൂ എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ കരുണ ലോകം മുഴുവന്റെ മേലും അങ്ങ് വർഷിക്കണമേ, നിറയ്ക്കണമേ, ചൊരിയണമേ എന്ന് യാചിക്കുന്നു. കരുണയായിരിക്കണമേ കർത്താവേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ശാന്തമായി എല്ലാ രാജ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ സമർപ്പിക്കാം. ഇസ്രായേലിനെ സമർപ്പിക്കാം. കർത്താവെ USA സമർപ്പിക്കാം. മറ്റെല്ലാ രാജ്യങ്ങളെയും സമർപ്പിക്കാം. ഭൂമി മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ ഒരു ഗോളം പോലെയാണ്. കർത്താവിന്റെ കരങ്ങളിൽ ചെറിയൊരു ഗ്രഹം മാത്രമേ ഉള്ളൂ ഭൂമി. സർവാധിപനും സർവശക്തനുമായ കർത്താവ് ആ വലിയ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ്. ആ കരുണക്കടലിൽ കർത്താവ് ഈ ഭൂമിയെ അവിടെ നിന്ന് ആഴ്ത്തണമേ. ഭൂവാസികളെ എവിടെ നിന്നോ ആഴ്ത്തിപ്പിടിക്കണമേ. അങ്ങയുടെ കരുണയാൽ നിറച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മാലാഖമാരെ, വിശുദ്ധ ഗബ്രിയേൽ, റഫായിൽ, മിഖായിൽ മാലാഖെ, നിങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ ഭൂവാസികളിലും ഭൂമിയിലും സകല മക്കളിലും ഉണ്ടാകട്ടെ. കർത്താവിന്റെ കരുണ എല്ലാവരിലും നിറയപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്തിൽ
സ്നേഹത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ വരങ്ങൾ ചിന്തി അങ്ങയുടെ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും കോട്ട കെട്ടി ആ നിലയില്ലാത്ത കരുണക്കടലിൽ ലോകം മുഴുവനെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിലൂടെ കർത്താവിന്റെ പരിശുദ്ധ രക്തവും ജലവും പൊതിഞ്ഞു പിടിക്കുന്ന വലിയ സംരക്ഷണവും സമാധാനവും ലോകം മുഴുവൻ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ തിരിച്ചറിവോടെ കർത്താവിന്റെ കരുണയ്ക്കല്ലാതെ ലോകത്തെ രക്ഷിക്കാനാകില്ല എന്നുള്ള വലിയ സത്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ വലിയ ദാഹത്തോടെ ആ വലിയ സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ കരുണയ്ക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്ന, മുഴുവൻ എന്നല്ല എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളൊക്കെ കർത്താവിന്റെ കരുണയാൽ ലോകം മുഴുവനും നിറയപ്പെടട്ടെ, പുതിയപ്പെടട്ടെ. ആമേൻ.